A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പം തീരാതെ മുന്നണികൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ മുന്നണികൾ ഇലക്ഷൻ മുന്നൊരുക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിലും CPM-ലും സ്ഥാനാർത്ഥി നിർണയം എങ്ങുമെത്തിയിട്ടില്ല. കോൺഗ്രസിൽ സീറ്റിനായി DCC പ്രസിഡന്റ് VS ജോയിയും KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തും ശ്രമം തുടരുകയാണ്. പുറമേ ശാന്തമാണെങ്കിലും ഇതിൽ ആരെ തള്ളും ആരെ കൊള്ളും എന്ന കാര്യത്തിൽ നേതൃത്വത്തിലെ ആശയക്കുഴപ്പം തുടരുകയാണ്. CPM-നും സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായി തുടരുകയാണ്. PV അൻവർ LDF വിട്ട് എതിർപ്പാളയത്തിൽ നിൽക്കുമ്പോൾ കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്തുക എന്നതാണ് CPM-ന് കടുത്ത വെല്ലുവിളിയാകുന്നത്. UDF പാളയത്തിലെ വോട്ടുകൾ ചോർത്താൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വേണ്ടിവരും. UDF വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ LDF വിജയം ഉറപ്പിക്കാൻ കഴിയൂ. 1982 TK ഹംസയും 2016-ലും 2021-ലും PV അൻവറും വിജയിച്ചത് UDF-ൽ നിന്നും വോട്ടുകൾ ചോർത്തിയപ്പോഴാണ്. കോൺഗ്രസ് പിളർന്ന് ആന്റണി കോൺഗ്രസിനൊപ്പം നിന്നപ്പോഴാണ് 1980-ൽ C ഹരിദാസും അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദും വിജയിച്ചത്. 1969-ൽ സിറ്റിംഗ് MLA ആയിരുന്ന CPM-ലെ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ച ശേഷം CPM-ന് കഴിഞ്ഞ 55 വർഷത്തിനിടയിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. PV അൻവർ കൂടി UDF-നൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുസമ്മതനായ ഒരു സ്വതന്ത്രൻ തന്നെ വരാനാണ് സാധ്യത. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൊറാണ റോയ്, DYFI ജില്ലാ പ്രസിഡന്റ് ഷബീർ എന്നിവരും പരിഗണനയിലുണ്ടെങ്കിലും UDF വോട്ടുകളിൽ കടന്നു കയറാൻ ഇവരിൽ ആർക്കും കാര്യമായി കഴിയില്ലെന്നും വിലയിരുത്തലുണ്ട്. ഇരുമുന്നണികൾക്കും ഭീഷണി ഉയർത്താൻ കഴിയുന്ന ഒരു കരുത്തനെ ഇറക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അനൂപ് ആന്റണി, നവ്യ ഹരിദാസ് എന്നിവരിൽ ഒരാളായിരിക്കും BJP സ്ഥാനാർത്ഥിയാവുക എന്നതാണ് സൂചന. നിലമ്പൂരിൽ ശക്തമായ സംഘടനാ അടിത്തറയുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മത്സരിക്കാൻ തീരുമാനിച്ചതും അവർ ഇന്നലെ നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ വ്യാപാരികളുടെ വലിയ പങ്കാളിത്തവും മുന്നണികളുടെ ഉറക്കം കെടുത്തും. നിലമ്പൂർ നിലനിർത്താനായില്ലെങ്കിൽ LDF-ന് അത് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാവുക. ജില്ലയിലെ തങ്ങളുടെ സുരക്ഷിത മണ്ഡലമായി 3 പതിറ്റാണ്ടോളം കാത്തുസൂക്ഷിച്ച മണ്ഡലം 2016-ലാണ് കോൺഗ്രസിന് നഷ്ടമായത്. തിരിച്ചുപിടിക്കാനായില്ലെങ്കിൽ കോൺഗ്രസിനും UDF-നും ഏൽക്കുന്ന പ്രഹരം ചെറുതാവില്ല. LDF-നെ തോൽപ്പിക്കാനായാൽ PV അൻവറിനും തൃണമൂൽ കോൺഗ്രസിനും വലിയ രാഷ്ട്രീയ നേട്ടമായി മാറുകയും ചെയ്യും. A+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.